ലോകമെങ്ങും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യാവശ്യങ്ങൾക്കായി ഒന്നിച്ചു കൂട്ടുമുട്ടിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട ഐക്യമനസ് ഇന്നും ഈ നാട് നിലനിർത്തുന്നു. കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഒരു നിർമ്മാണം. ബേപ്പൂരിൽ നിന്ന് ഒരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും മുന്നിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കോഴിക്കോടിന്റെ മണ്ണിൽ സിൽക്കുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുണ്ടെന്നായി സൂചനകളുണ്ട്. 1497 വാസ്കോ ഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു. സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നത് ചാലിയത്ത് തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഒരിക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിൽ ഒന്നായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം ആരംഭിക്കുന്നത്. മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ കൊല്ലം 4ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. സാഹസിക ജല കായിക മത്സരങ്ങളുടെ ലോക ഭൂപടത്തിൽ ഇതിനോടകം ബേപ്പൂർ ഇടം കണ്ടെത്തി കഴിഞ്ഞു. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലഘട്ടമാണിത്. കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ